ഇതേ എസ് ടി പിയുമായി ബന്ധപ്പെട്ട നിങ്ങളോട് ഉന്നയിക്കപ്പെടുന്ന ചോദ്യത്തിൽ നിങ്ങളുടെ മറുപടി എന്താണ്? എനിക്കൊരു ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾ എസ് ടി പിയെ തൊട്ടുകൂടാത്തവരായി മാറ്റി നിർത്തുന്നു. നിങ്ങൾ ഈ വാളയാർ ചുരത്തിനപ്പുറത്ത് ഒരേ മുന്നണിയിലാണ്. അവിടെ ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് എസ് ടി പിക്ക് ഇവിടെ ഉള്ളത്, കേരളത്തിലുള്ളത്? അജിംസ വളരെ കൃത്യമാണ്. കേരളത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു നിലപാടും കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനും കേരളത്തിലില്ല. ഇവർ വാളയാറിലെ സംഭവം, വാളയാറിനപ്പുറം തമിഴ്നാട്ടിൽ അങ്ങനെയാണ്, അതുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നതിലുള്ള ഇരട്ടത്താപ്പൊന്നും വേണ്ട. വളരെ കൃത്യമാണ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പോലെ ചോദ്യം, അതായത് പാലക്കാട്ട് നിന്ന് 50 കിലോമീറ്റർ വരെ കോയമ്പത്തൂരിൽ ഒരു നിലപാടും ഇപ്പറ മറ്റൊരു നിലപാടും, അതെങ്ങനെ രാഷ്ട്രീയമായി വിശദീകരിക്കും? അജിംസ അങ്ങനെ ഒരു നിലപാടിന്റെയും പ്രശ്നമില്ല. ഇവിടെ കേരളത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. വാളയാറിനപ്പുറം ഒരു നിലപാടെന്നോ കേരളത്തിന് ഇപ്പുറത്തേക്ക് മറ്റൊരു നിലപാടെന്നോ ഇല്ല. കേരളത്തിലെ എസ് ടി പിയുടെ നിലപാടിനോട്, എസ് ടി പിയുടെ പ്രവർത്തികളോട്, എസ് ടി പിയുടെ സമീപനങ്ങളോട്, എസ് ടി പി പിന്തുടരുന്ന നിലപാടുകളോട്, അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തോട് കൃത്യമായ ഭാഷയിൽ ഞങ്ങൾ എതിർക്കപ്പെട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അജിംസ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ അത് പൂർത്തിയാക്കുന്നതിന് ഒരു നിമിഷം തൗഫീഖ്, ഇന്ന് രാവിലെ എസ് പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പി എ ലത്തീഫ് പറയുന്നത് സതീശന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് ആദർശാധിഷ്ഠിതമല്ല എന്നാണ്. അതായത് അതുകൊണ്ടാണ് ഞാൻ ഈ തമിഴ്നാട്ടിലെ ഉദാഹരണം ചോദിക്കുന്നത്. സതീശന്റെ മറ്റെന്തോ താല്പര്യമാണ്. ആദർശാധിഷ്ഠിതമാണെങ്കിൽ അത് കോൺഗ്രസിന്റെ ആദർശമായിരിക്കണം, അത് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരേപോലെ ആപ്ലിക്കബിൾ ആവണം. അജിംസ ഒരു ആപ്ലിക്കബിലിറ്റി പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ക്ലിയറായി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് മുന്നോട്ട് പോയി. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എസ് ടി പി പിന്തുണ വേണ്ട, അത് യു ഡി എഫ് നേരത്തെ പറഞ്ഞിട്ടുള്ള നിലപാടാണ്. യു ഡി എഫ് അക്കാര്യത്തിൽ നേരത്തെ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇവിടെ അജിംസ ഇതൊക്കെ പറഞ്ഞു വെക്കുമ്പോഴാണ് ഞാൻ അജിംസിനോട് ചോദിച്ചത്, രാവിലെ പിന്തുണ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു, രാവിലെ പിന്തുണ സതീശൻ ഇന്ന് അഭിമുഖത്തിൽ വിശദീകരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല. എസ് ടി പി പിന്തുണ വേണ്ട എന്നുള്ളത് ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, യു ഡി എഫിന്റെ തീരുമാനമാണ്. അത് പറയുകയാണ് ചെയ്തത്. ആ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയത് ഞാനും കുഞ്ഞാലിക്കുട്ടി സാഹിബും ചേർന്നാണ്. അത് കുഞ്ഞാലിക്കുട്ടിയുടെ ചുമലിലേക്ക് ഇട്ടു സതീശൻ. അങ്ങനെ ആരുടെയും മണ്ടയിൽ ഇടുന്ന ആ സമീപനമൊന്നുമില്ല. അതിൽ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമമൊന്നും വേണ്ട. യു ഡി എഫ് ഒറ്റക്കെട്ടാണ്. യു ഡി എഫിന്റെ തീരുമാനങ്ങൾ ടീം യു ഡി എഫ് ആയി കൈക്കൊള്ളുന്നതാണ്. ഞാൻ അങ്ങയുടെ ഒരു നിമിഷം എനിക്ക് സമയം തന്നെ ഞാനൊന്ന് അത് പ്രൂവ് ചെയ്യുക. അതായത് ഇവിടെ യു ഡി എഫിന് ഒരു നിലപാട്, മുസ്ലിം ലീഗിന് മറ്റൊരു നിലപാട്, കേരള കോൺഗ്രസ് ജോസഫിന് മറ്റൊരു നിലപാട് എന്ന തരത്തിലുള്ള സമീപനങ്ങളൊന്നുമില്ല. അത്തരത്തിൽ ചിത്രീകരിക്കുകയും വേണ്ട. ടീം യു ഡി എഫിന് ഒറ്റക്കെട്ടായുള്ള നിലപാടാണ്. അത് ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനപ്പുറത്തേക്ക് ഞാൻ അങ്ങയോട് വളരെ കൃത്യമായി സൂചിപ്പിക്കാനുള്ള, അങ്ങ് അടുത്ത ഘട്ടത്തിൽ ഇടതു പ്രതിനിധിയോട് ചോദിക്കേണ്ട ചോദ്യമുണ്ട്. അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സമീപനമാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചല്ലോ, രാവിലെ അദ്ദേഹം ഇതിനൊന്നും അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല, ഇതിനെ പറ്റിയേ അറിയത്തില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് എസ് ടി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സി പി എൽ ലത്തീഫ് വാർത്താ സമ്മേളനം നടത്തി ഞങ്ങൾ ഇത്തരത്തിൽ പിന്തുണ ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടിയും സി പി എം പാർട്ടി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയെന്ന് പറയുന്നു. ഇതിൽ കൂടി വളരെ കാര്യം ക്ലിയർ അല്ലേ അജിംസെ? എന്താണ്? രഹസ്യമായി ഇവർ ചോദിക്കും, പരസ്യമായി ഇവർ തള്ളും, രഹസ്യമായി ഡീലുണ്ടാക്കും, എന്നിട്ട് കമാന്നൊരക്ഷരം മിണ്ടാതിരിക്കും. കേരള രാഷ്ട്രീയത്തിൽ മാൻഡ്രയ്ക്ക് കളിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, തർക്കമില്ല. ഇവിടെ സംഘപരിവാറുമായി അദ്ദേഹം ഡീലുണ്ടാക്കും, എസ് ടി പിയുമായി അദ്ദേഹം ഡീലുണ്ടാക്കും. അതിനപ്പുറത്തേക്ക് ഇതിന്റെ എല്ലാം പാപഭാരം, കുറ്റം അത് യു ഡി എഫിനെ ചുമത്താൻ ശ്രമിക്കും. അങ്ങക്ക് വളരെ കൃത്യമായിട്ട് ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ സി പി എം സ്വീകരിച്ച നിലപാടുകളെ പറ്റി മറന്നുപോയിട്ടുണ്ടാവില്ലല്ലോ.